ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഹൈറിച്ചിനെതിരെ ബഡ്സ് ആക്ട് പ്രകാരം നടപടികൾ കേരള ഗവൺമെൻറ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചില കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. അത് ആവശ്യമില്ലാത്ത കേസാണ്, അപ്പീലാണ് ഉള്ളത്, റിട്ട് അപ്പീൽ. അപ്പോൾ എന്തായാലും റിട്ട് അപ്പീലും ബഡ്സ് കോടതിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിക്കുമോ എന്നുള്ള കാര്യമാണ് വരാൻ പോകുന്നത്. എന്നാൽ ഇതിനിടയിൽ ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റാണ് കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് DYSPയുടെ മുൻപാകെ പുതിയൊരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ മൊഴിയുടെ പകർപ്പ് എനിക്കിന്ന് ഇമെയിൽ വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊഴിയാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അത് സ്ക്രീനിലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊരു കുറച്ച് ക്ലിയർ കുറവാണ്. നമ്മുടെ പ്രതാപൻ സാറ് പറഞ്ഞ പോലെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഈ കണ്ണട ഞാൻ കുറച്ച് ഊരുകയാണ്. മുരളീധരൻ KP, പിന്നെ അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെയാണ്. ഞാൻ മാവുങ്കാൽ മധുരംപടി എന്ന സ്ഥലത്താണ് താമസം. ഞാൻ വിവരാവകാശ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണ്. അനധികൃത നിക്ഷേപ തട്ടിപ്പ് മണി ചെയിൻ മാതൃകയിൽ നടത്തി വരുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിക്കെതിരെയും കമ്പനിയുടെ MD CEO കമ്പനി പ്രൊമോട്ടർമാർക്കെതിരെയും 13/10/2023 കാഞ്ഞങ്ങാട് DYSP അവറുകൾക്ക് പൊതു താൽപര്യാർത്ഥം ഒരു പരാതി ഞാൻ നൽകിയിരുന്നു. ഞാൻ ഹൈറിച്ചിലെ നിക്ഷേപകനോ മറ്റുവിധ ഇടപാടുകളോ ഉള്ള ആളല്ല. ചന്ദേശ്വര, നീലേശ്വരം, കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ അനധികൃതമായി ഹൈറിച്ച് എന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ പണമിടപാട് നടക്കുന്നതായി വിവരം ലഭിച്ചതിന് പ്രകാരമാണ് ഞാൻ പരാതി നൽകിയത്. ഞാൻ നൽകിയ പരാതി DYSP ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിരുന്നു. 2 ദിവസം സമയം വേണം. പരാതിയെ സംബന്ധിച്ച് നിയമോപദേശം തേടേണ്ടതുണ്ട് എന്ന് ഹോസ്ദുർഗ് CI സാർ എന്നെ അറിയിച്ചു. തുടർന്ന് ഒരു 4 ദിവസം കഴിഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് താങ്കൾ ഹൈറിച്ചിലെ നിക്ഷേപകൻ അല്ലാത്തതിനാലും നിക്ഷേപകരായുള്ള ആരും തന്നെ പരാതി നൽകിയിട്ടില്ലാത്തതിനാലും താങ്കളുടെ പരാതിയിന്മേൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർവാഹമില്ല എന്ന് CI സാർ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചു. അന്ന് തന്നെ ഞാൻ DYSP സാറിനെ ബന്ധപ്പെട്ടപ്പോൾ പരാതി പരിശോധിച്ച് FIR ഇടേണ്ടതാണെങ്കിൽ ചെയ്യേണ്ടത് CI ആണെന്ന്, ഇക്കാര്യത്തിൽ CI നിയമോപദേശം തേടിയിരുന്നു. താങ്കൾ പ്രസ്തുത കമ്പനിയിലെ നിക്ഷേപകനല്ലാത്തതിനാൽ ആണ് താങ്കൾ നൽകിയ പരാതി പ്രകാരം CI കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്നും സാറിന് അറിയാൻ കഴിഞ്ഞുവെന്നും അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത പണമിടപാട് നടത്തി വരുന്നത് സംബന്ധിച്ച് ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പിന് എതിരെ പൊതു താൽപര്യാർത്ഥം ഞാൻ ബേഡകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. നിക്ഷേപകൻ ആയത് കൊണ്ടായിരുന്നില്ല അന്നും പരാതി നൽകിയത്. അനധികൃത പണമിടപാട് സംബന്ധിച്ച വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. എൻ്റെ പരാതിയിന്മേൽ ബഡ്സ് ആക്ട് പ്രകാരം അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഹൈറിച്ചിനെതിരെ ഞാൻ നൽകിയ പരാതിയിൽ കേസ് എടുക്കാത്തത് സംബന്ധിച്ച കാര്യത്തിൽ ഹോസ്ദുർഗ് SHO ഷൈൻ സാറിനെതിരെ നിരവധി തവണ ബഹുമാനപ്പെട്ട DGPക്കും ഇൻ്റലിജൻസ് ADGPക്കും കാസർഗോഡ് SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഹൈറിച്ചിൻ്റെ ജില്ലാ ഓഫീസ് തൃശ്ശൂർ ജില്ലയിലെ കണിമംഗലം വലിയാവുങ്കൽ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ MD കോലാട്ട് ദാസൻ പ്രതാപൻ, CEO ശ്രീനാഥ് പ്രതാപൻ എന്നിവരാണ്. ഇവരുടെ പ്രേരണയിൽ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത പണമിടപാട് നേതൃത്വം നൽകുന്നത് മാതൃഭൂമി ഓഫീസിലെ പ്രാദേശിക ലേഖകൻ ജയകൃഷ്ണനാണ്. കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാതമംഗലം ഓലയമ്പാടി സ്വദേശി കുഞ്ഞികൃഷ്ണൻ നേതൃത്വം നൽകുന്നു.
നീലേശ്വരം അഞ്ഞൂറമ്പലം പരിസരത്ത് ഹൈറിച്ച് പ്രൊമോട്ടറായി പ്രവർത്തിക്കുന്നത് കാർത്തികേയൻ നീലേശ്വരം ഭാഗത്ത് നേതൃത്വം നൽകുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തൃക്കരിപ്പൂർ പ്രദേശത്തുള്ള ഒരു സ്ത്രീയാണ് ആ ഭാഗങ്ങളിൽ നേതൃത്വം നൽകുന്നത്. മേൽ പറഞ്ഞവരുടെയെല്ലാം വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളും പെൻഡ്രൈവ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ കൃത്യമായി പരിശോധിക്കുന്നതിനും മറ്റ് ഭൂമിയിടപാട് ബന്ധങ്ങളും പരിശോധിക്കുന്നതിനും വേണ്ടി FIR രജിസ്റ്റർ ചെയ്യണം. ആയതിനാണ് ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. നാളിതുവരെയായി FIR രജിസ്റ്റർ ചെയ്യാത്തത് എനിക്ക് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഹോസ്ദുർഗ് SHOയ്ക്ക് എതിരെ പരാതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് തല നടപടികൾ വേണമെന്നാണ് എൻ്റെ ആവശ്യം. ബഡ്സ് ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്താൽ എനിക്ക് ഇക്കാര്യത്തിൽ മറ്റു പരാതികൾ ഒന്നും തന്നെ ഇല്ല. മൊഴി വായിച്ചു കേട്ടു. ശരിയുണ്ട്. മുരളീധരൻ ഒപ്പ്. അതിൻ്റെ അടിയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് കാഞ്ഞങ്ങാടിൻ്റെ ഒപ്പുണ്ട്. ഡേറ്റ് 10/1/2024 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരാതി പറയുന്നത് ഹൈറിച്ചിനെതിരെ സിഒക്കും MDക്കും മാത്രമല്ല പ്രൊമോട്ടർമാരായ ആൾക്കാർക്കെതിരെയും പരാതികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അവർക്കെതിരെയും നടപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ FIRും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ഇതൊരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ FIR ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.